എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി നോക്കാം. ഈ ഒരു കറി തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ അപ്പം, ഇടിയപ്പം, പുട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിനു മുൻപ് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് കാർഡിലും കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടല്ലോ, അതോടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയതിന് ശേഷം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കിഴങ്ങും ക്യാരറ്റും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ഗ്രീൻ പീസിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ 4 വിസിലൊക്കെ അടിച്ചിട്ട് പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ വേവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇത്ര കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. ഇഞ്ചി ഒരുപാട് കൂടരുത്, വളരെ പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ മുളകോ പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ എൻ്റെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം പച്ചക്കിട്ട് മിക്സിയിൽ പൊടിച്ചതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, അപ്പോൾ ചെറിയൊരു തക്കാളി നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളിതിൽ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ വെച്ച് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഞാനത് കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്